ഭക്തിദക്ഷിണയിലേക്ക് ഏവർക്കും സ്വാഗതം. നവദുർഗാഭാവങ്ങളിൽ 8ാമത്തെ ഭാവമാണ് മഹാഗൗരി. ഈ വാക്കിന്റെ അർത്ഥം വെളുത്ത നിറമുള്ള ദേവി എന്നു തന്നെയാണ്. ദേവിയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ശുഭ്രവർണ്ണമാണ്. നവരാത്രിയുടെ 8ാം ദിവസം അഷ്ടമിയിൽ മഹാഗൗരി ഭാവത്തിലുള്ള ദുർഗാദേവിയെ ആരാധിക്കുന്നു. ഈ ദിനം മഹാദുർഗാഷ്ടമി എന്ന പേരിൽ അറിയപ്പെടുന്നു. മഹാഗൗരി ശാന്തിയും വിജ്ഞാനവും പ്രതിനിധാനം ചെയ്യുന്ന ദേവിയാണ്. ശിവപ്രാപ്തിക്കായാണ് ഈ ദിനം ആരാധിക്കുന്നത്. ദേവിയുടെ 4 കൈകളിൽ ത്രിശൂലം, അഭയമുദ്ര, ഡമരു, വരദമുദ്ര എന്നിവയാണുള്ളത്. കാളയാണ് ദേവിയുടെ വാഹനം. മഹാഗൗരിയെ ആരാധിക്കുന്നതിലൂടെ സകല പാപങ്ങളെയും നീക്കി അനുഗ്രഹം പകരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരിക്കൽ പാർവതീദേവി ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കുവാൻ ഘോര തപസ്സിലേർപ്പെട്ടു. അനേകം നാളുകൾ നീണ്ടുനിന്ന തപസ്സിന്റെ ഫലമായി ദേവിയുടെ ശരീരം കറുത്ത നിറത്തിലായി. തപസ്സിൽ പ്രസന്നനായ ശിവൻ ദേവിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഭർത്താവാകാമെന്ന വരം നൽകി. തുടർന്ന് ശിവൻ പാർവതിയെ ഗംഗാജലത്താൽ അഭിഷേകം ചെയ്തു. അപ്പോൾ പാർവതിയുടെ കറുത്ത നിറം പോയി തൽസ്ഥാനത്ത് അതീവ ശോഭയുള്ള വെള്ള നിറം കൈവന്നു. അങ്ങനെ ദേവിക്ക് മഹാഗൗരി എന്ന പേര് ലഭിച്ചു. പാർവതീദേവിയുടെയും പരമേശ്വരന്റെയും അനുഗ്രഹം ഈ ദിനത്തിൽ ലഭിക്കുമെന്നും ഉള്ളത് തന്നെയാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. പൂജ നടത്തേണ്ട വിധം: പൂജ നടത്തുന്ന സ്ഥലം ശുചിയായി ഒരുക്കി മഹാഗൗരി ദേവിയുടെ വിഗ്രഹമോ ചിത്രമോ സ്ഥാപിക്കുക. ദേവിയെ ആരാധിക്കുമ്പോൾ വെളുത്ത പൂക്കൾ ഉപയോഗിക്കുക. ഇത് ദേവിക്ക് വളരെ പ്രിയമുള്ളതാണ്. അതിലൂടെ ദേവിയുടെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കും എന്നാണ് വിശ്വാസം. ഈ രൂപത്തെ ആരാധിക്കുന്നത് കൊണ്ടുള്ള ഫലം യുവത്വമാണെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിൽ ഈ ദിവസം വൈകിട്ട് വീടുകളിൽ പൂജ വയ്ക്കുന്ന രീതിയുണ്ട്. എന്നാലും പൊതുവെ എല്ലാവരും ക്ഷേത്രങ്ങളിലാണ് പൂജ നടത്തുന്നത്. കുട്ടികൾ അവരുടെ പാഠപുസ്തകങ്ങൾ, പേന, പെൻസിൽ പോലുള്ള പഠനോപകരണങ്ങൾ പൂജയ്ക്കായി വയ്ക്കുന്നു. മറ്റുള്ളവർ അവരുടെ തൊഴിൽപരമായ ഉപകരണങ്ങൾ, ഭഗവത്ഗീത, ഭാഗവതം, മഹാഭാരതം, രാമായണം പോലുള്ള പുണ്യഗ്രന്ഥങ്ങൾ പൂജയ്ക്ക് സമർപ്പിക്കുന്നു. ഈ പൂജ വച്ചു കഴിഞ്ഞാൽ വിജയദശമി വരെ അക്ഷരം നോക്കാതിരിക്കുക എന്നതാണ് ആചാരം. ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ ഇല്ലാത്ത ഒരു ആചാര രീതിയാണിത്. അടുത്ത ദിനമായ നവമി നാളിലാണ് പണിയായുധങ്ങളും മറ്റും ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഗണപതി, സരസ്വതി, മഹാലക്ഷ്മി തുടങ്ങിയ ദേവതകളുടെ ചിത്രങ്ങൾ ഒരു പീഠത്തിൽ വച്ചാണ് പൂജ വയ്ക്കേണ്ടത്. അതിനു മുൻപിൽ ഒരു നിലവിളക്ക് 5 തിരിയിട്ട് കത്തിക്കണം. 3 മൂർത്തികൾക്കും മാലയും മറ്റു പുഷ്പങ്ങളും ചാർത്തണം. അതിനുശേഷം പായയോ പേപ്പറോ അല്ലെങ്കിൽ പുതിയ ഒരു നേരിയത് വിരിച്ച് അതിൽ പൂജയ്ക്ക് വയ്ക്കാനുള്ളതെല്ലാം ഒരുക്കി വയ്ക്കണം. എന്നിട്ട് ചന്ദനത്തിരിയും കർപ്പൂരവും കത്തിച്ച് വച്ച് ദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലി പൂജ അർപ്പിക്കുക. മഹാദുർഗാഷ്ടമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിശിഷ്ട ദിവസം ദേവിയെ ഭജിച്ച് വ്രതം അനുഷ്ഠിച്ചാൽ സകല പാപങ്ങളും നീങ്ങി ഐശ്വര്യപൂർണമായ ജീവിതം കൈവരിക്കാനാകും. രാഹുവിനെ നിയന്ത്രിക്കുന്ന ദേവതയാണ് മഹാഗൗരി. രാഹുദോഷമുള്ളവർ ഈ ദോഷം പരിഹരിക്കുന്നതിന് ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കണമെന്നാണ് ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. ഈ ദിവസം വ്രതമെടുത്ത് ദേവിയെ ഭജിക്കുമ്പോൾ ഐശ്വര്യം നിറഞ്ഞ ജീവിതം ലഭിക്കുമെന്നും എല്ലാത്തരം ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാകുമെന്നുമാണ് പ്രമാണം. മന്ത്രം: ഓം ദേവി മഹാഗൗരിയേ നമഃ. പ്രാർത്ഥന: ശ്വേതേ വൃഷേ സമാരൂഢ ശ്വേതാംബരധരാ ശുചി മഹാഗൗരി ശുഭം ദദ്യാത് മഹാദേവ പ്രമോദദാ. വെളുത്ത കാളയുടെ മേലിരിക്കുന്നവളും വെളുത്ത വസ്ത്രം ധരിച്ചവളും ശുദ്ധയും മഹാദേവന് പ്രമോദം നൽകുന്നവളുമായ മഹാഗൗരി നമുക്ക് ശുഭം നൽകുമാറാകട്ടെ. സ്തുതി: യാ ദേവി സർവഭൂതേഷു മാ മഹാഗൗരി രൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ.
ധ്യാനം. വന്ദേ വാഞ്ചിത കാമാർത്തേ ചന്ദ്രാർത്ഥകൃതശേഖരാം സിംഹാരൂഢ ചതുർഭുജ മഹാഗൗരി യശസ്വിനി പൂർണേന്ദുനിഭാം ഗൗരി സോമചക്രസ്ഥിതാം അഷ്ടമം മഹാഗൗരി ത്രിനേത്രാം വരഭീതികരാം ത്രിശൂലധമരുധരാം മഹാഗൗരി ഭജേ പാടാംബരപരിധാനാം മൃദുഹാസ്യാനാലങ്കാരഭൂഷിതാം മഞ്ജീരഹാരകേയൂരകിങ്ങിണിരത്നകുണ്ടലമണ്ഡിതാം പ്രഫുല്ലവന്ദനാ പല്ലവാധരാം കാന്തകപോലാം ത്രൈലോക്യമോഹനം കമനീയാം ലാവണ്യം മൃണാളാം ചന്ദനഗന്ധലിപ്താം. സ്തോത്രം. സർവസങ്കടഹന്ത്രി ത്വഹി ധന ഐശ്വര്യപ്രദായിനി ജ്ഞാനദാ ചതുർവേദമയീ മഹാഗൗരി പ്രണമാമ്യഹം. സുഖശാന്തിദാത്രി ധനധാന്യപ്രദായിനി ഠമരുവാദ്യപ്രിയ അദ്യ മഹാഗൗരി പ്രണമാമ്യഹം. ത്രൈലോക്യമംഗളതാപത്രയഹരിണീ വദതം ചൈതന്യമയീ മഹാഗൗരി പ്രണമാമ്യഹം. ഈ മഹാഗൗരി ദേവി വിശുദ്ധിയുടെയും ശാന്തതയുടെയും പ്രതീകമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മന്ത്രങ്ങൾ ജപിച്ച് ആ ദിവസത്തെ പൂജ അവസാനിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.